സംസ്ഥാനത്ത് വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. വയോജനങ്ങൾക്കായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നതിനുമാണ് പുതിയ വകുപ്പ് നിലവിൽ വരുന്നത്. വയോജന ക്ഷേമത്തിനായി മാത്രമായി ഒരു പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് ജപ്പാൻ മാതൃകയിലുള്ള പരിചരണവും ചികിത്സാ സഹായങ്ങളും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ വകുപ്പ് നിലവിൽ വരുന്നത്. UDFന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്ന വയോജന ക്ഷേമ വകുപ്പ് രൂപീകരിക്കുമെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദ്രുതഗതിയിലുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മുതിർന്ന പൗരന്മാരുടെ ജനസംഖ്യ ഉയരുന്ന സാഹചര്യത്തിൽ ജപ്പാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലെ വയോജന സൗഹൃദ മാതൃകകൾ വിശദമായി പഠിച്ച് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുള്ള സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് പുതിയ വകുപ്പിന്റെ പ്രധാന ലക്ഷ്യം. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ ഈ അർദ്ധ ജുഡീഷ്യൽ സംവിധാനത്തിന് സിവിൽ കോടതിക്കുള്ള അധികാരങ്ങളുണ്ട്. വയോജനങ്ങൾ നേരിടുന്ന അവഗണന, ചൂഷണം, അനാഥത്വം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം പുനരധിവാസത്തിനുള്ള സഹായങ്ങൾ നൽകി നിയമസഹായം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും ഈ കമ്മീഷനാണ്. ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാകും പുതിയ വകുപ്പിന്റെ പ്രവർത്തനം. നമുക്കൊപ്പം മേരി ജോർജ് മാഡം ചേരുകയാണ്. മാഡം, സംസ്ഥാനത്ത് വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിനായി പ്രത്യേക വകുപ്പ് നിലവിൽ വന്നിരിക്കുന്നു. എത്രത്തോളം ഗുണം ചെയ്യും ഇത്? ഇന്ത്യയെ സംബന്ധിച്ച് 2025 മെയ് 1 യുണൈറ്റഡ് നേഷൻസ്, യുണൈറ്റഡ് നേഷൻസ് പറയുന്നത് ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷനായിട്ട് ഇന്ത്യ മാറി. അതായത് 146,39,00,000 അന്നത്തെ പോപ്പുലേഷൻ. അത് ഒരു വർഷം മുൻപുള്ള പോപ്പുലേഷനാണ് കേട്ടോ. ഇപ്പോൾ അത് കൂടിക്കാണും. അപ്പോൾ 146,39,00,000 ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂടുമ്പോൾ ചൈന 2ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷെ അപ്പോഴും നമുക്ക് ആശ്വസിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണത്? അതായത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. എന്താണ് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? പോപ്പുലേഷൻ 146 കോടി ആയിക്കോട്ടെ, അതിൻ്റെ ശരാശരി പ്രായം എത്രയാണ്? ശരാശരി പ്രായം ഇന്ത്യൻ ജനതയുടെ ശരാശരി പ്രായം 28 വയസ്സായിരുന്നു കഴിഞ്ഞ വർഷം യുണൈറ്റഡ് നേഷൻസ് ഇത് ഡിക്ലെയർ ചെയ്യുന്ന നേരത്ത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റെല്ലാവരും പറഞ്ഞു, നമുക്ക് സമാധാനിക്കാം, ഒന്നാമത്തെ പോപ്പുലേഷനാണ്, ശരിയാണ്. പക്ഷേ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് അതായത് വർക്കിംഗ് ഏജിൽ 28 ശരാശരി പ്രായം എന്ന് പറയുമ്പോൾ വർക്കിംഗ് ഏജിലുള്ള പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത്. അതേസമയത്ത് ചൈനയിലും ജപ്പാനിലും മറ്റെല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഈ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കുറവും പ്രായമായവർ 60+ പോപ്പുലേഷൻ കൂടുതലുമാണ്. അവിടെ അപ്പോൾ ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വളരെ കുറവാണ്. നേരെ മറിച്ച് ഇന്ത്യയിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വളരെ ഹൈ ആണ് എന്ന ആശ്വാസമാണ് അന്ന് എല്ലാവരെയും തലോടിയത്. അപ്പോൾ പക്ഷേ കേരളത്തിനൊരു വ്യത്യാസമുണ്ട്, അന്നും ആ വ്യത്യാസമുണ്ട്. എന്താണത്? ഓൾ ഇന്ത്യ തലത്തിൽ 60+ പോപ്പുലേഷൻ വെറും 7% മാത്രമായിരുന്നു അന്ന്. അതേ സമയത്ത് കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ ഏകദേശം 20% 60+ ആണ്. അപ്പോൾ അങ്ങനെ വയോജനങ്ങൾ കൂടുതലുള്ള സംസ്ഥാനം. ആ കാരണം കൊണ്ടാണ് വയോജന സൗഹൃദം. അപ്പോൾ എന്താണ് ഈ വയോജനങ്ങൾ കേരളത്തിൽ മാത്രം കൂടുതലാകാൻ കാരണം? അത് കേരളത്തിൽ മാത്രമല്ല, എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും വയോജനങ്ങളുടെ എണ്ണം ഇന്ത്യൻ ശരാശരിയേക്കാൾ കൂടുതലാണ്. അതിൻ്റെ കാരണം നമ്മൾ പോപ്പുലേഷൻ പോളിസി. എന്താണ് ഈ പോപ്പുലേഷൻ പോളിസി? 1970കളിൽ തുടങ്ങി ഇന്ത്യ ഫോളോ ചെയ്യുന്ന പോപ്പുലേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് വച്ചാൽ, സാധാരണ ഹസ്ബൻഡും വൈഫും നേരെ നോക്കി നിന്ന് പറയുകയാണ് കല്യാണം കഴിഞ്ഞാൽ, നിന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരു കുട്ടി, എന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരു കുട്ടി, പിന്നെ കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു കുട്ടി കൂടെ. എല്ലാവരും അങ്ങനെ ഒരു കുട്ടിയെ മൂന്നാമതൊരു കുട്ടി വേണമെന്ന് പറയില്ല. ചില കപ്പിളിന് യാദൃച്ഛികമായിട്ടോ ഡെലിബറേറ്റ് ആയിട്ടോ കൂടുതൽ കുട്ടികൾ വേണം തോന്നി ഒരു 3 കുട്ടി ഉണ്ടായാലും കുഴപ്പമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? സെലിബസി മെയിൻറ്റെയിൻ ചെയ്യുന്നവരും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ കുട്ടികൾ ഉണ്ടാകാത്തവരാണ്. അപ്പോൾ അത്തരക്കാരെ റീപ്ലേസ് ചെയ്യാൻ
അപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം പോപ്പുലേഷൻ്റെ ഗ്രോത്ത്. മുകളിലേക്കും പോകാൻ പാടില്ല, താഴേക്കും പോകാൻ പാടില്ല. പക്ഷേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വളർച്ച കൊണ്ടും ആരോഗ്യ വളർച്ച കൊണ്ടും ഒക്കെ കേരളത്തിൻ്റെ പോപ്പുലേഷൻ താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് 60+ പോപ്പുലേഷൻ, അതായത് ഏജ്ഡ് ആയിട്ടുള്ള 60 കൂടുതൽ പ്രായമുള്ള വ്യക്തികളുടെ എണ്ണം എന്താണ് പറയുക, പേഴ്സൻറ്റേജ് വർദ്ധിക്കുകയും കുറഞ്ഞ പ്രായക്കാരുടെ എണ്ണം. അപ്പോൾ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കേരളത്തിന് കുറവാണ്. ഇനി ഉള്ള ഡെമോഗ്രാഫിക് ഡിവിഡൻഡോ കേരളത്തിന് എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബ്രെയിൻ ഡ്രെയിൻ കാരണം കൊണ്ട് മിടുക്കരെല്ലാം കേരളം വിട്ടു പുറത്തേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഈ ഗവൺമെൻറ് ഇനി ഉപാധികൾ കണ്ടെത്തണം, ഈ മിടുക്കരെയൊക്കെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ. അതുപോലെ തന്നെ ഏജ്ഡ് പോപ്പുലേഷൻ, അതായത് 60+ പോപ്പുലേഷന്, അതിനാണ് ഗവൺമെൻറ് വയോജന വകുപ്പ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വയോജന വകുപ്പ് വരുമ്പോൾ ഈ 60+ പോപ്പുലേഷൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരെ ഏത് തരത്തിലാണ്, അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഏജിങ് സ്റ്റഡി സെൻറ്റർ, ആ ഏജിങ് സ്റ്റഡി സെൻറ്റർ എന്ന് വെച്ചാൽ മറ്റു പല രാജ്യങ്ങളെ, ജർമ്മനിയിലെയും ഫ്രാൻസിലെയും ഒക്കെ ഏജിങ് സ്റ്റഡി സെൻറ്റേഴ്സും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ തന്നെ മറ്റ് ഏജിങ് സ്റ്റഡി സെൻറ്റേഴ്സ് യൂണിവേഴ്സിറ്റീസും ഒക്കെയും കൂടി ചേർന്ന് നടത്തിയ സ്റ്റഡി, ഒരു 30 വർഷത്തെ പഠന റിസൾട്ട് എന്നാണ് നമ്മൾ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക. അവർ വളരെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഈ 60+ ഓഫർ ചെയ്യുന്നു. അതായത് ആ സ്റ്റഡി സെൻറ്റർ, ആ സ്റ്റഡീസുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കും. മെനോപോസ് 40കളുടെ എൻഡിലോ 50കളുടെ ആരംഭത്തിലോ ഒക്കെയാണ് മെനോപോസ് വരിക. അതായത് അപ്പോൾ ഹോർമോണൽ ചേഞ്ച്, വലിയ തോതിൽ ഹോർമോണൽ ചേഞ്ച് വരും. അപ്പോഴാണ് മെനോപോസ് വരുന്നത്. ആ ഹോർമോണൽ ചേഞ്ച് സ്ത്രീകളിൽ വരുന്നത് പോലെ തന്നെ അതേ കാലഘട്ടത്തിൽ പുരുഷന്മാരിലും ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുമെന്നാണ് ആ പഠനങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ചിന്, അതുപോലെ 60ൽ മാത്രമല്ല 70സിലും 80സിലും ഒക്കെ ഹോർമോണൽ ചേഞ്ചസ് 40സിൽ ഉണ്ടാകുന്നതിനേക്കാൾ ഉയർന്ന തരത്തിലാണ് ഹോർമോണൽ ചേഞ്ചസ് 50സിലും 60സിലും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഹോർമോണൽ ചേഞ്ച് സ്ലോ ഡൗൺ ചെയ്താൽ ഏജിങ് സ്ലോ ഡൗൺ ചെയ്യാം. അതാണ് ഈ പഠനങ്ങൾ കാണിക്കുന്നത്. അതിനുവേണ്ടി അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫുഡ് ഹാബിറ്റ്സിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മൾ പഠിച്ച നമ്മുടെ എന്താണ് പറയുക, എബിലിറ്റീസ്, നമ്മൾ പഠിച്ച് ഏതെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നിരിക്കാം, ഏത് തരത്തിൽ അതിനെ തന്നെ അത് തീർന്നു പോയിട്ടില്ല. ആ സ്കില്ല് വീണ്ടും യൂട്ടിലൈസ് ചെയ്യാൻ തക്ക രീതിയിൽ അവസരങ്ങൾ ഉണ്ടാക്കുക. അതുപോലെ വെൽനസ് സെൻറ്റേഴ്സ് ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് എന്താ പറയുക, അതിനകത്തേക്കുള്ള ഇൻ്റർഫിയറൻസ്, അതിലേക്ക് ഇടപെട്ടുകൊണ്ട് ഇവരുടെ ജീവിതത്തിലേക്ക്, ഈ 60+ പോപ്പുലേഷൻ്റെ ജീവിതത്തിലേക്ക് ഇടപെട്ടുകൊണ്ട് ആ ജീവിതത്തിൻ്റെ രീതികളൊക്കെ മാറ്റിമറിച്ച് അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിച്ച് അത് കൂടുതൽ പ്രൊഡക്റ്റീവാക്കി അവിടെ സിൽവർ ഡിവിഡൻഡ് പറഞ്ഞല്ലോ, 28% ശരാശരി വയസ്സ് ഇന്ത്യൻ പോപ്പുലേഷനിൽ. അതുകൊണ്ട് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് അവിടെ പറയുക. ഇവിടെ സിൽവർ ഡിവിഡൻഡ് എന്താണ്? ഈ 60+ പോപ്പുലേഷനിൽ നിന്ന് കൊയ്തെടുക്കാവുന്ന ഡിവിഡൻഡ്, അവരുടെ തന്നെ ജീവിതം ഡിപ്പെൻഡൻ്റ് ആക്കാതെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, ഹൈലി പ്രൊഡക്റ്റീവ് ആക്കുക, ആ തരത്തിൽ മാറ്റിയെടുക്കാൻ ഉള്ള സാധ്യതകൾ ഉണ്ട് എന്ന് ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഏജിങ് സ്റ്റഡി സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ മാത്രം സ്റ്റഡിയല്ല, ഒരുപാട് വേൾഡ് യൂണിവേഴ്സിറ്റീസ് ചേർന്ന് നടത്തിയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള പഠനങ്ങളുടെ ഫലമാണ് ഇത്തരം കണ്ടുപിടുത്തങ്ങൾ. അപ്പം ഈ ഒരു വയോജന സെൻറ്റർ കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അത്തരം സെൻറ്റേഴ്സിൻ്റെ പഠനം അതെങ്ങനെ നമുക്കിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും, അത് മലയാളികൾക്ക്, അതായത് ഈ മലയാളക്കരയിലെ 60 കഴിഞ്ഞ ആൾക്കാരും യങ്സ്റ്റേഴ്സിനെ പോലെ വളരെ അതായത് നല്ല സംഭാവനകൾ സമൂഹത്തിന് ചെയ്ത് സ്വന്തം ജീവിതം സ്വന്തം കാലിൽ നിൽക്കത്തക്ക രീതിയിലാക്കി മുന്നേറുന്ന ഒരവസ്ഥ, അത്തരം ഒരവസ്ഥ തീർച്ചയായിട്ടും വളരെ ആശാവഹമായ ഒരു സിറ്റുവേഷനാണ് നൽകുക. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് മുന്നേറാൻ പറ്റും ഈ ഗവൺമെൻറ്റിൻ്റെ വയോജന സെൻറ്റർ എന്ന ആ ഒറ്റ ഓഫർ കൊണ്ട് തന്നെ. അത് തീർച്ചയായിട്ടും നടപ്പിലാക്കും. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ചെയ്തിരിക്കും. അപ്പം നമുക്ക് നല്ല പ്രതീക്ഷയോടുകൂടി ആ വയോജന സെൻറ്ററിന് വേണ്ടി കാത്തിരിക്കാം.